ഇവിടെ നിൽക്കണ്ട, അകത്തിരിക്കാണല്ലോ. മൂപ്പര് വരുമ്പോ ആരെങ്കിലും കൂടെ കാണും. വേണേ അകത്ത് വന്നിരിക്കാം. ഒരു ഫോൺ കോളിന് വേണ്ടി എത്ര ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു. അകത്തേക്ക് വരൂ. എനിക്ക് വയ്യ. ദിവസവും ഒരു നേരം കണ്ടാ മതി, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാ മതി. സമാധാനമായി ഇരുന്നോളാം. മറ്റൊന്നും എനിക്ക് സാരമില്ല. കരയരുത്. കരയുമ്പോ കാണാൻ രസമില്ല. വിട്. ഇനി അല്പം ചിരിക്കണം. നാടകം നന്നാകാൻ കണ്ണീര് വേണം, കൂടെ കുറെ ചിരിയും വേണം. മിസ്സസ് രാജ, ഞാനല്പം സത്യം പറയട്ടെ. വിശക്കുന്ന ഒരു മൃഗം നിങ്ങളുടെ ഈ ശരീരത്തിൽ ചങ്ങലയിൽ കിടന്ന് ചുരമാണ്ടുകയായിരുന്നു. കുറച്ചിടെ അത് കണ്ടില്ലെന്ന് അടിച്ചു നടന്നു. പിന്നീട് ഒരിക്കൽ അതിനെ അഴിച്ചുവിട്ടു. അത് വേട്ട തുടങ്ങി. കാടന്റെ കരുത്തുള്ള കാമുകനെയായിരുന്നു നിങ്ങൾക്ക് ആവശ്യം, ശരിയല്ലേ? അഭിനയിച്ച് എനിക്ക് മടുത്തു. ഇപ്പോൾ എനിക്ക് മുഖംമൂടിയില്ല. നിങ്ങൾ കുടിച്ചിട്ടുണ്ട്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ആ മണം ധാരാളം ചോദിച്ചിട്ടില്ലേ? സംസാരിക്കാനുള്ള മൂടാണിപ്പോൾ. കുറച്ചുകൂടെ വീര്യം ചെല്ലട്ടെ. ഇതിലും ബോറായിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ. മിസ്സസ് രാജ, കേൾക്കണം. ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ വളർന്നത്. വീടെന്നല്ല പറയേണ്ടത്, കുടിൽ. അടുത്ത് ഒരു കോവിലകം. അവിടുത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു എന്റെ അമ്മ. തമ്പുരാക്കന്മാരുടെ എച്ചിൽ ചോറിന്റെ ഒരു പങ്ക് അമ്മ എനിക്ക് തരും. വിശക്കുമ്പോൾ കോവിലകത്തെ എച്ചിലിന് സ്വാദുണ്ട്. എല്ലാ വിശപ്പിനും ഇത് ബാധകമാണ്. കോവിലകത്തെ കുട്ടികളുടെ പുസ്തകസഞ്ചിയും ചോറ്റുപാത്രവും ചുമക്കാൻ കൂടെ നടക്കുന്ന ചെറുക്കനെ കണ്ട് ഒരു മാസ്റ്റർ ക്ലാസ് ചേർത്തു. അതാണ് എന്റെ തുടക്കം. അന്നും കൊച്ചനിയൻ തമ്പുരാൻ നല്ലവനായിരുന്നു. അദ്ദേഹം എനിക്ക് പഴയ നിക്കറും ഷർട്ടും തന്നു. എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ സന്തോഷിച്ചു. അദ്ദേഹം വലിയ മനുഷ്യനാണ്, എനിക്ക് ബഹുമാനമാണ്. തമ്പുരാട്ടിക്ക് പഴയ അടിയാന്റെ ചില്ലറ സേവനങ്ങൾ എന്നും ഉണ്ടാവും. പറയാൻ മടിക്കരുത്. നാടകം അവസാനിപ്പിക്കുന്നെങ്കിൽ നല്ലത്. നമുക്ക് സുഹൃത്തുക്കളായിട്ട് കൈപിടിച്ച് പിരിയാം. ഒറ്റപ്പാട് ഹിസ്റ്റീരിയം വേണ്ട. എക്സ്ക്യൂസ് മീ, ഞാൻ മിസ്സസ് രാജയാണ്, ശ്യാമളാസ് മദർ. ഓ, ഇരിക്കൂ. എനിക്ക് ശ്യാമളെ ഒന്ന് കാണണം. ഡോക്ടർ രാജ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവൾ മറ്റുള്ളവരുമായി മിക്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല.
എനിക്ക് ശ്യാമളയെ കാണണം. ബട്ട് യു സി മിസസ് രാജ. സിസ്റ്റർ, ശ്യാമള എന്റെ മകളാണ്. സുഖമല്ലേ കുട്ടി? പഠിപ്പൊക്കെ എങ്ങനെ? തരക്കേടില്ല. ഇഫ് യു ആർ ഫ്രീ, നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം. എന്തെങ്കിലും ഷോപ്പിംഗ്? എനിക്കൊന്നും വേണ്ട. കുട്ടി ഇത് വെച്ചോളൂ, പോക്കറ്റ് മണിക്ക്. വേണ്ട, അച്ഛൻ പോക്കറ്റ് മണിക്ക് വേറെ അയക്കുന്നുണ്ട്. എന്നാലും ഇത് വെച്ചോളൂ. വേണ്ട. ഞാൻ നടക്കട്ടെ.